ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നല്ലോ ഞാനിന്ന് ഒരു കല്യാണത്തിന് പോകുന്നത്. കല്യാണത്തിന് പോകുന്ന കോസ്റ്റ്യൂമാണ്, ഒരു കോട്ടൺ സാരിയാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ വൈക്കം വഴിയാണ് ആലപ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളുടെ കൂടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്താൻ പോകുന്ന ഒരാളുണ്ട്. വേറെ ആരുമല്ല, നിങ്ങളെല്ലാവരും കാണാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് എൻ്റെ കൂടെ ഉള്ളത്. അതായത് എൻ്റെ മകള് വേദ. വേദ ഇതാണ് വേദ. ഒരു ഹായ് പറഞ്ഞേ. അപ്പം കുറേ ആൾക്കാർ വിചാരിക്കുന്നത് ഞാനും നീയായിട്ട് ഭയങ്കര ഉടക്കലൊക്കെയാണ്. പക്ഷെ ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറി ഇപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ ഇല്ലേ. അന്നേരം ഞാൻ അവർ രണ്ടുപേരെ എൻ്റെ ഒപ്പം ചേർത്ത് നിർത്താമെന്ന് തന്നെ വിചാരിച്ചു. അതായത് എൻ്റെ മോളുടെ പാർട്ട്ണറെ, അതായത് എറിക്കിനെ എൻ്റെ കൂടെ ചേർത്ത് നിർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ കൊണ്ടുവരണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ പറ. അതെ, അപ്പം മമ്മിയായിട്ട് സംസാരിച്ച് ഞങ്ങൾ സോർട്ട് ചെയ്തു കാര്യങ്ങളെല്ലാം. എന്താ പറയുക, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം എനിക്ക് മമ്മീനെ ഭയങ്കര 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 ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു മമ്മീനെ. ആക്ച്വലി ഇപ്പം ഞാൻ ഭയങ്കര ഓക്കെയാണ്, ഹാപ്പിയാണ്. മമ്മിക്ക് ലൈക്ക് എൻ്റെ പ്രശ്നങ്ങൾ മമ്മിക്ക് മനസ്സിലായി. ഞാനും മമ്മീനെ മനസ്സിലാക്കുന്നു. സ്റ്റിൽ മമ്മി അക്സെപ്റ്റ് ചെയ്തു കാര്യങ്ങളെല്ലാം. ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ ഓക്കെയാണ്, കാരണം എൻ്റെ മമ്മി എൻ്റെ കൂടെ ഉണ്ട്. അതെ, അന്നേരം എന്താ പറയുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവൾ സന്തോഷമായിട്ട് ഇരിക്കുന്നതാണ്. കാരണം എനിക്കിത് എൻ്റെ വീഡിയോയിൽ അവളെ കൊണ്ടുവരണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ ഇനി ഒരു വീട്ടിൽ ഞാൻ എറിക്കിനെ കൂടെ കൊണ്ടുവരാം. അപ്പം നിങ്ങൾക്ക് രണ്ടുപേരെ ഞാൻ കാണിച്ചു തരാം. പിന്നെ മോനുസ് കാറിൽ ഇരിപ്പുണ്ട്. വണ്ടി ഓട്ടിക്കുന്നവനാണ്, അറിയാമല്ലോ, എവിടെ പോയാലും വണ്ടി ഓട്ടിക്കുന്നവനാണ്. അപ്പം എന്താ പറയുക, ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം പല കാരണങ്ങളുണ്ട്. രണ്ടുപേരും എൻ്റെ ലൈഫിൽ എൻ്റെ ഒപ്പം ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇനി ഇതെന്ത് വന്നാലും ഞാൻ നേരിടാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനി മുന്നോട്ടുള്ള യാത്രയും എൻ്റെ മകളുടെ സന്തോഷമാണ്. ചിലപ്പോൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അതെല്ലാം സത്യം തന്നെയാണ്. പക്ഷേ ഞാൻ ഫാമിലി. അതെ അതെ, തീർച്ചയായിട്ടും എന്തായാലും പറഞ്ഞ് അറിയാലോ, നമ്മൾ ഫാമിലിയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോവും. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഞാൻ മമ്മിയുടെ മകളാണ്, മമ്മിയെ അക്സെപ്റ്റ് ചെയ്തു. എന്താ പറയുക, വി ഓൾ ആർ ഫാമിലി. അപ്പോൾ നമ്മൾ തെറ്റുകൾ മനസ്സിലാക്കും, അല്ലെങ്കിൽ തെറ്റുകൾ ക്ഷമിക്കും. മമ്മി അത് എന്നോട് ക്ഷമിച്ചു എന്നുള്ളതാണ്. അതെ അതെ, എനിക്ക് അങ്ങനെയല്ലേ പറ്റുള്ളൂ. എൻ്റെ മകളാണ്. അന്നേരം ഞാൻ വിചാരിച്ചു രണ്ടുപേരും എൻ്റെ ഒപ്പം ഇരുന്നോട്ട്. കാരണം അവർ രണ്ടുപേരും എൻ്റെ മക്കളാണ്, എൻ്റെ മോനുസ്. ഇപ്പം എനിക്കിപ്പോൾ അങ്ങനെ ഇപ്പോൾ 3 മക്കളുണ്ട്. എനിവേ വേറെ ഇത് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് അങ്ങനെ തോന്നിയെങ്കിൽ വേറെ ആരും ഒന്നും വിചാരിക്കരുത്. കാരണം മനുഷ്യനാണ്, ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതം നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ പോവുകയാണ്, ഞങ്ങൾ വൈക്കം വഴിയാണ് പോകുന്നത്. അതിൻ്റെ കല്യാണത്തിനൊക്കെ പോയിട്ട് അടുത്തൊരു വിശേഷമായിട്ട് ഞങ്ങൾ വേഗം വരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ ടാറ്റ, ബൈ.